സുപ്രീം കോടതിയെയും വെല്ലുവിളിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകരാജ്യങ്ങളെ ഒട്ടാകെ വെല്ലുവിളിച്ച് താരിഫ് യുദ്ധം നടത്തിയ ട്രംപിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. നിയമയുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിൽ ഭരണഘടനാ പ്രതിസന്ധി അടക്കം ഉണ്ടാകുമോ എന്നത് 9 മണി വാർത്ത ചർച്ച ചെയ്യുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സുപ്രീം കോടതിയെയും വെല്ലുവിളിച്ച് ട്രംപ്. ഉത്തരവ് അനുസരിക്കില്ല, ജഡ്ജിമാർക്ക് രാജ്യസ്നേഹമില്ലെന്ന് വിമർശനം. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കവും പ്രഖ്യാപിച്ചു. ട്രംപിന് കനത്ത പ്രഹരമായി സുപ്രീം കോടതി വിധി. പൊളിഞ്ഞത് വിവിധ രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രതികാര നടപടികൾ. അധിക ചുങ്കത്തിലൂടെ അമേരിക്കൻ ഖജനാവിലേക്ക് ഒഴുകിയത് $17,500 കോടി. സുപ്രീം കോടതി വിധിയോടെ പണം തിരികെ കൊടുക്കേണ്ടി വന്നേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ. ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങൾ ഇന്ന് മുതൽ. ഇന്ത്യയുടെ മത്സരം നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മയും തിലക് വർമ്മയുടെ മെല്ലപ്പോക്കും തലവേദന. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്ത് പോലീസ്. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക 1-ാം പ്രതി. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതിയല്ല. വയറ്റിലെ കത്രിക നീക്കം ചെയ്യാൻ ഉഷയ്ക്ക് ഇന്ന് ശസ്ത്രക്രിയ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇന്ന് പണിമുടക്കിൽ. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യം. സൂചനാ പണിമുടക്ക് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പണിമുടക്കം തുടരുന്നു. സംസ്ഥാനത്ത് അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഇടം നേടിയത് 2.69 കോടി വോട്ടർമാർ. വെബ്സൈറ്റിൽ നിന്ന് ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിശോധിക്കാം. പരാതിയുള്ളവർക്ക് അപ്പീൽ നൽകാം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ഘടകകക്ഷികളുമായുള്ള സീറ്റു ചർച്ചയിലെ നിലപാടുകൾ തീരുമാനിക്കും. സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണം, ടേം വ്യവസ്ഥയിലെ ഇളവ് എന്നിവയിലും തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 1974 വ്യാപാര നിയമപ്രകാരമാണ് ഉത്തരവ്. സുപ്രീം കോടതി ഉത്തരവ് നിരാശാജനകമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് ജഡ്ജിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വിവാദമായ അധിക തീരുവകൾ US സുപ്രീം കോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. പ്രസിഡന്റ് ഉപയോഗിച്ചത് പരിധിയിൽ കവിഞ്ഞ അധികാരമാണ് എന്നായിരുന്നു ജഡ്ജിമാർ വ്യക്തമാക്കിയത്. തീരുവ ചുമത്താനുള്ള അധികാരം ഭരണഘടന അമേരിക്കൻ കോൺഗ്രസിന് വ്യക്തമായി നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് വിധിന്യായത്തിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ല എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ബെഞ്ചിലെ 6 ജഡ്ജിമാർ അധിക തീരുവ റദ്ദാക്കണം എന്ന നിലപാടെടുത്തപ്പോൾ 3 പേർ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ വിശദാംശങ്ങളുമായി ശ്രീ സജിമോൻ ആന്റണി നമ്മോടൊപ്പം US-ൽ നിന്ന് ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, അമേരിക്കയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. നമുക്കറിയാം, വിവിധ രാജ്യങ്ങളോട് പ്രതികാര നടപടി എന്നോണം ട്രംപ് എടുത്ത അല്ലെങ്കിൽ ട്രംപ് ചുമത്തിയ ചുങ്കം അത് രാജ്യത്തിനകത്ത് തന്നെ പരമോന്നത കോടതി തന്നെ ഇങ്ങനെ വിധിക്കുമ്പോൾ ട്രംപിന് വലിയ തിരിച്ചടിയാണ്, സംശയമില്ല. ഇതുവരെ ഏർപ്പെട്ട പല വ്യാപാര കരാറുകളിൽ നിന്നും ട്രംപിനും മറ്റു രാജ്യങ്ങൾക്കും മറ്റും പിന്നോട്ട് പോകേണ്ടി വരും. രഞ്ജിത്തെ, ഒരു പ്രതിസന്ധി എന്ന് നമുക്ക് പറയുന്നതിനേക്കാൾ ഉപരി ചില ക്ലാരിറ്റി കിട്ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ നിന്ന്. കാരണം 5 പോയിന്റുകളാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. ഒന്ന്, എന്താണ് വെർഡിക്റ്റ്? കാരണം ഇതുവരെ ട്രംപ് ഡിക്ലെയർ ചെയ്ത ടാരിഫിന്റെ നയം അത് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ എക്സിക്യൂട്ടീവ് ഓർഡറിൽ വരുന്നതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ഇന്ന് കോടതി അത് വ്യക്തമാക്കിയത് ഇത് പ്രസിഡന്റിന്റെ ഒരു ഏകപക്ഷീയമായ തീരുമാനമല്ല, എന്നാൽ US കോൺഗ്രസ് ആണ് അതിന്റെ അതോറിറ്റി. കോൺഗ്രസിൽ ആ ബില്ല് അവതരിപ്പിച്ച് കോൺഗ്രസ് പാസ്സാക്കിയാൽ മാത്രമേ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് വെർഡിക്റ്റ്. രണ്ടാമത്തത്, എന്താണ് അതിന്റെ റിയാക്ഷൻ രഞ്ജിത്ത് പറഞ്ഞു കൊടുത്തതിന് വളരെ വൈൽഡാണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞത് ഐ ആം അഷെയിംഡ് ഓഫ് സർട്ടൻ ജഡ്ജസ്. 1. 2, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഫോർ ദ നേഷൻ. 3, ഇറ്റ്സ് ഡിസ്ഗ്രേസ് ഫോർ ദിയർ ഫാമിലീസ്. 4,
സർട്ടൺ ജഡ്ജ് ഇതിനെതിരെ റൂൾ ചെയ്തത് ട്രംപ് വിളിച്ചിരിക്കുന്ന ഫൂൾസ് ആൻഡ് ലാപ് ഡോഗ്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ വളരെയധികം വിവിഡായിട്ട് വളരെ ലൗഡായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതോടൊപ്പം ചലഞ്ചസും പറയുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റീവ്? രഞ്ജിത്ത് മുമ്പേ പറഞ്ഞുകൊണ്ട് സെക്ഷൻ 301 അനുസരിച്ചിട്ട് ട്രേഡ് ആക്ട് 1974 അനുസരിച്ചിട്ട് 10% തീരുവ ഇന്ന് രാത്രി കൊണ്ട് ചുമത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ തന്നെ വേറെ 2-3 ഓപ്ഷൻസ് കൂടി ഉണ്ട്. സെക്ഷൻ 122 ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് 1974 അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ടാരിഫ് റേസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സെക്ഷൻ 338 50% വരെ ടാരിഫിന്റെ ടാരിഫ് വേണമെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഉണ്ട്. എന്നാൽ അതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിലേക്ക് മാത്രമാണ്, ഏകദേശം 150 ദിവസത്തേക്ക് മാത്രമാണ് അങ്ങനെയുള്ള പ്രൊവിഷൻസ് അലോ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് വരും, എന്തുകൊണ്ട് അത് കോൺഗ്രസിൽ പോയി പാസ്സാക്കിയിട്ട് വന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ടെമ്പററി ഇന്നത്തെ ആ ഒരു വലിയൊരു വൻ പരാജയം ട്രംപിന് കിട്ടിയത് അതിൻ്റെ ഒരു ഫേസ് സേവിങ്ങിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ ആയിട്ടാണ് ഇവിടെ ഇരുന്ന് ഇത് നോക്കിക്കഴിയുമ്പോൾ ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. പിന്നെയുള്ളത് ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻ ആണ്. എന്താണ് ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻ? ഏകദേശം $134 ബില്യൺ അമേരിക്കൻ ട്രഷറിയിൽ അധികമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ടാരിഫ് മൂലം വന്നിരിക്കുന്നത്. അപ്പം കോർട്ടിന്റെ വേർഡിക്ട് അനുസരിച്ചിട്ട് ഈ 144 ബില്യനും ഏകദേശം 3 ലക്ഷത്തോളം കമ്പനികളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അത്രയും എമൗണ്ട് റീഇംബേഴ്സ്മെന്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് ഇപ്പം അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിലുള്ളത്, പ്രത്യേകിച്ചും ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലുള്ളത്. അപ്പം എന്താണ് ഒരു പ്രസിഡൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് അമേരിക്കയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 1998 $730 million റീഇംബേഴ്സ്മെന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. അന്ന് ജസ്റ്റിസ് ജാക്സൺ വളരെ ശക്തമായ ഒരു തീരുമാനം എടുത്തതിന്റെ പ്രതിഫലനമായിട്ട് $730 million തിരിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റോറിയും വന്നു. പിന്നെ ഇതിനകത്ത് ഈ ഒരു ടോട്ടൽ എപ്പിസോഡിനകത്ത് ഒരു ഇന്ത്യൻ ടേസ്റ്റും ഉണ്ട്. കാരണം ഇന്ന് ഇവിടെ പ്ലെയിന്റിഫിനായിട്ട് പ്രസന്റ് ചെയ്തിട്ട് അതിന്റെ ലീഡ് ലോയർ ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ് എന്നുള്ള ഒരു വാർത്തയും ഇവിടുന്നുണ്ട്. കാരണം നീൽ കട്യാൽ എന്നുള്ള ഒരു ഇന്ത്യക്കാരനായിരുന്നു ഈ ഒരു സുപ്രീം കോടതിയുടെ പ്ലെയിന്റിഫിന് വേണ്ടി വാദിക്കാൻ പോയത് എന്നുള്ളത് ഒരു കൗതുകകരം ഒരു വാർത്ത ഇവിടെ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെയൊക്കെ ഇങ്ങനെ ജഡ്ജിമാരെ, പ്രത്യേക സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ ഈ പറഞ്ഞ ഭാഷയൊക്കെ വിളിച്ചാൽ എന്തായിരിക്കും ആ ഭരണാധികാരിക്ക് ഉണ്ടാകുന്ന തിക്തഫലങ്ങളെന്ന് കോടതിയുടെ പരാമർശമൊക്കെ നെഗറ്റീവായിട്ടുണ്ടായാൽ. പക്ഷേ ഒരു അമേരിക്ക കുറച്ചൊരു വ്യത്യസ്തമായ രാഷ്ട്രമാണെന്നറിയാം. ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പോഴത്തെ നിലയിൽ നിൽക്കാൻ സാധ്യതയില്ല. ജഡ്ജിമാരെ ഇനിയും ഒരുപക്ഷെ മോശമായി സംസാരിച്ചേക്കാം, കൂടുതൽ നടപടികളിലേക്ക് പോയേക്കാം. ഇപ്പോൾ ആ 10% അധിക ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 150 ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്നു. അത്തരം നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോയാൽ, അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് പോയാൽ അതിൻ്റെ ഒരു തിക്തഫലം എന്തായിരിക്കും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ സജീവൻ ആന്റണി. അതൊരു ടെമ്പററി ഫേസ് സേവിംഗ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ട്രംപ് ടാരിഫ് വളരെയധികം ട്രംപ് പറഞ്ഞ പല വേദികളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ലവ് എന്ന വേർഡിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു വേർഡാണ് ടാരിഫ് എന്ന് പറയുന്നത്. അത്രമാത്രം ആ ഒരു വേർഡിലേക്ക് അല്ലെ ആ ഒരു പോളിസിയിലേക്ക് അദ്ദേഹം അഡിക്റ്റഡ് ആണ്. അത് ഇന്ന് തുടങ്ങിയതല്ല, കഴിഞ്ഞ 40 വർഷം പുറകോട്ട് പോയി ട്രംപിന്റെ ചില ഇന്റർവ്യൂകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ അദ്ദേഹം പറയുന്നുണ്ട് ടാരിഫ് എന്ന് പറയുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരെണ്ണം റവന്യൂ ക്രിയേറ്റ് ചെയ്യാനില്ല എന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അത്രയും സോൾട്ടുമാണ് ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട്, ആ ഒരു പോളിസിയുടെ കാര്യത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലിലാണ് അദ്ദേഹം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സുപ്രീം കോടതിന്റെ വേർഡിക്റ്റ് 6-3 അതൊരു സിഗ്നിഫിക്കന്റ് മെജോറിറ്റിയാണ്. ഓർക്കണം, 3 പേരും മാത്രമേ ലിബറൽ അല്ലെ ഡെമോക്രാറ്റിക് ലീനിങ് ജഡ്ജസ് ഉള്ളൂ 9 പേരിൽ. ബാക്കിയുള്ള 6 പേരും കൺസർവേറ്റീവ് ജഡ്ജസ് ആണ്. അപ്പൊ അതിൽ നിന്ന് 2 പേരും കൂടെ ഇങ്ങോട്ടേക്ക് മാറി 6-3 എന്നുള്ളൊരു സിഗ്നിഫിക്കന്റ് മാർജിനിലാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വളരെ ഒരു കണ്ടൻഷ്യസ് ആയിട്ടുള്ള കേസ്, വളരെയധികം ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതി വേർഡിക്റ്റ് വരുമ്പോൾ മിക്കവാറും ഒക്കെ 5-4 ആയിരിക്കും, ഒരു ടൈറ്റ് ആയിരിക്കും ഇതിനകത്ത്. ഇതിനകത്ത് അതുപോലും ഇല്ല. അപ്പൊ 6-3 എന്നുള്ള ഒരു വലിയൊരു സ്ലാപ്പായിരുന്നു. അതിന്റെ അരിശവും ആ റിഫ്ലക്ഷനും ഒക്കെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിലും മീറ്റിങ്ങുകളിലും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പ്രതിഫലിച്ച് കണ്ടു. ഏതായാലും പേര് വ്യക്തമായിട്ട് പറയാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂൾസ് എന്നും ലാപ്ടോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്, ഡിസ്ഗ്രേസ് ഫോർ ദ നേഷൻ, ഡിസ്ഗ്രേസ് ഫോർ ദ ഫാമിലി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു ജഡ്ജിന്റെയും പ്രത്യേകമായിട്ടുള്ള പേര് എടുത്ത് പറയാതെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നും കൂടെ നോക്കി കാണേണ്ടതാണ്. അതോടൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആ 3 ജഡ്ജിമാരുടെയും പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് അവർ ദേശസ്നേഹികളാണെന്നും അമേരിക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെന്നും ഒക്കെ എടുത്തു പറയുകയുണ്ടായി എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ഈ ഒരു ട്രംപിന്റെ ഒരു വാശി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൽ പോവാതെ അദ്ദേഹത്തിന്റെ സെന്റൻസ് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ വാണ്ട്,
അതാണ് അദ്ദേഹം റിപ്പീറ്റഡ്ലി പറയുന്നത്. അപ്പൊ കോർട്ട് ഇന്ന് പറഞ്ഞു, അമേരിക്കയിൽ ഒരു ഡെമോക്രസി ഉണ്ട്, അമേരിക്കയിലെ ജനങ്ങൾ പ്രസിഡന്റിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അതിന് ചില പ്രോസസ്സ് ഉണ്ട്, ആ പ്രസിഡന്റ് ആക്ട് ചെയ്യേണ്ടത് അല്ലെ ഭരിക്കേണ്ടത് ഒരു പ്രോസസ്സിലൂടെയാണ്, ഒരു സിസ്റ്റം ഉണ്ട്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, അതിനകത്ത് US കോൺഗ്രസ് ഉണ്ട്, US സെനറ്റ് ഉണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്. അപ്പം അവർക്കൊക്കെ ചില പരിധികളും ബോർഡറുകളും ഉണ്ട്, അതിനകത്ത് നിന്നാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ മെസ്സേജാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇന്ന് കൊടുത്തത്, അല്ലെ ഇന്ന് ട്രംപിനെ കിട്ടിയത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത് താങ്കളുടെ പ്രതികരണത്തിൽ ഏതായാലും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അമേരിക്കയിൽ സംഭവിക്കുന്നു. എന്താണ് ഈ 10% അധിക തീരുവ, ഇപ്പോൾ ട്രംപ് പുതുതായി ഏർപ്പെടുത്തിയ തീരുവ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം വളരെ പെട്ടെന്ന്. അതായത് IEEPA പ്രകാരം ട്രംപ് ചുമത്തിയ പകരം തീരുവയാണ് കോടതി റദ്ദാക്കിയത് എന്ന് നമുക്കറിയാം. എങ്കിലും സെക്ഷൻ 122 പ്രകാരം എല്ലാ രാജ്യങ്ങൾക്കും മേൽ 10% തീരുവ ഹ്രസ്വകാലത്തേക്ക് ചുമത്താൻ ട്രംപിന് കഴിയും. പരമാവധി 150 ദിവസത്തേക്കാണ് ഇത് പറ്റുക എന്നുള്ളതാണ്. അതായത് കോടതി വിധിയെ മറികടക്കത്തക്ക വിധമുള്ള ട്രംപിൻ്റെ ഒരു അധികാര നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാം. വിധി വന്നതിന് പിന്നാലെ ട്രംപ് സെക്ഷൻ 122 പ്രകാരം 10% തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് ഉടൻ പ്രാബല്യത്തിൽ വരും എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്കും ഇത് ബാധകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും ഇനി 10% തീരുവ അധികം നൽകേണ്ടി വരും. അതുവരെ തീരുവ വെറും 3% മാത്രമായിരിക്കുമെന്നാണ് പ്രത്യേകത. ഏറെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയിലെ പലവിധ സെക്ഷൻസ് കോടതിയും ട്രംപും പ്രസിഡന്റും ഒക്കെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ശ്രീ സജിമോൻ ആന്റണി കൂടി നമ്മോടൊപ്പം, ക്ഷമിക്കണം ശ്രീ സജിമോൻ ആന്റണി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സർ ജോസഫ് ആന്റണി നമ്മോടൊപ്പം, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. സർ ജോസഫ് ആന്റണി, ഇതിപ്പോൾ അസാധാരണമായ സാഹചര്യങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തനിക്ക് വൈരാഗ്യമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രയോഗിക്കുന്ന ഒരു മരുന്നായിരുന്നു ഈ തീരുവ യുദ്ധം എന്നുള്ളത്. അതിന് വലിയ തിരിച്ചടി രാജ്യത്തിനുള്ളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ്? ശ്രീ രഞ്ജിത്ത് പറഞ്ഞ വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അസാധാരണമായ സാഹചര്യമാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യം അമേരിക്കയിലും ലോകത്തും ഉണ്ടാകും. കാരണം അമേരിക്ക ഇപ്പൊ ഭരിക്കുന്നത് ഒരു അസാധാരണക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്, സാധാരണക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്. നമുക്ക് സാധാരണഗതിയിൽ ഞങ്ങൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നത് കാറ്റഗറൈസ് ചെയ്യും ഭരണാധികാരികളെ. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഡെമോക്രാറ്റ്സ് എന്നും പോപ്പുലിസ്റ്റ് എന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ഒരു പോപ്പുലിസ്റ്റ് ഭരണാധികാരിയാണ്. പോപ്പുലിസ്റ്റ് ഭരണാധികാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി ഇവർ തിരഞ്ഞെടുക്കപ്പെടുമെങ്കിലും ഇവർക്ക് ജനാധിപത്യത്തോട് ഒട്ടും തന്നെ ബഹുമാനമില്ല, അവർക്ക് ഭരണഘടനയോട് ബഹുമാനമില്ല, അവർക്ക് എക്സിക്യൂട്ടീവിനോട് ബഹുമാനമില്ല, ലെജിസ്ലേച്ചർ കോൺഗ്രസിനോട് ബഹുമാനമില്ല, ജുഡീഷ്യറിയോട് ബഹുമാനമില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത് റൂൾ ബൈ ഡിഗ്രി. അതായത് ഓരോ ദിവസവും ചക്രവർത്തിമാരും അല്ലെങ്കിൽ വലിയ ഭരണാധികാരികളും ശക്തരായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരികളും ഈ ഉത്തരവുകളിലൂടെ, അതായത് ഉത്തരവ് പുറപ്പെടുവിക്കുക, ഭരിക്കുക, ഇങ്ങനെയുള്ള ഇതിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ ആദ്യത്തെ ടേം കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വിധി പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹം ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ കോടതി ഉത്തരവ് വന്ന ജഡ്ജിമാരെ എന്തൊക്കെയാ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവർ അൺപാട്രിയോട്ടിക് ആണ്, അതായത് ദേശസ്നേഹം ഇല്ലാത്തവരാണ് എന്നാണ് ഒന്നാമത്തെ പ്രതികരണം. പിന്നെ എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുക എന്ന് മാത്രമല്ല ഇവരുടെ ഫാമിലിയുടെ ജീവിതം വരെ കുഴപ്പത്തിലാകുമെന്നുള്ള തരത്തിലുള്ള സൂചന നൽകി. എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയായിട്ടുള്ള എനിക്കെതിരെ ആര് നിന്നാലും അവരെല്ലാം രാജ്യത്തിനെതിരാണ്, അവരെല്ലാം അപകടകാരികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ പോപ്പുലിസ്റ്റ് നേതാക്കന്മാർ കൊണ്ടുപോകും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഈ കോടതി വിധിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യം ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി കരുതപ്പെടുന്ന രാജ്യമാണ്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവിടെ പ്രയോഗിക്കുന്ന ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സും ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന കാര്യമാണ്. അധികാര വിഭജനവും ആ അധികാര വിഭജനം നടത്തിയതിനു ശേഷം ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും അവരുടെ അധികാരം അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ചില തടസ്സങ്ങളുമാണ്. അപ്പൊ അത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഈ അധികാരം എന്ന് പറയുന്നത് അമേരിക്കയുടെ കോൺട്രിബ്യൂഷനാണ് ലോകത്തിന്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ അധികാരം എന്താണ്? അതായത് അമേരിക്കയുടെ ഭരണാധികാരി എക്സിക്യൂട്ടീവായിട്ട് ആണെങ്കിലും ലെജിസ്ലേച്ചർ ആയിട്ടാണെങ്കിലും അവർ നടത്തുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ അൾട്രാ വൈറസ് എന്ന് പറയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആ കോടതി വിധി മാത്രമാണ് അവരിപ്പോ ആ ഒരു ഉത്തരവാദിത്തം മാത്രമാണ് വാസ്തവത്തിൽ ജുഡീഷ്യൽ നിർവഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇവിടെ ഈ സജിമോൻ ആന്റണി പറഞ്ഞതുപോലെ അതായത് ഈ ഭൂരിപക്ഷം ഈ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് അനുഭാവം പുലർത്തുന്ന ജഡ്ജിമാരാണ് അവിടെ ഉള്ളത്.
പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഇദ്ദേഹത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെ ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള രണ്ടുപേർ അപ്പുറത്ത് പോയിട്ട്, അതായത് ഭരണഘടനയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എല്ലാവരും പറയും ഈ ഭരണഘടന ഉള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ പറയും കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഭരണഘടനയാണ് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ആർക്കും ഭരിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ അസാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലോ ജുഡീഷ്യറിയിലോ പാർലമെന്റിലോ ഒന്നും വിശ്വാസമില്ലാത്ത ഒരാള് എല്ലാ അധികാരങ്ങളും എന്നിലേക്ക് കേന്ദ്രീകരിക്കുക. കാരണം ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണ്. അതായത് കോൺഗ്രസ് കുഴപ്പമാണ്, ജുഡീഷ്യറി കുഴപ്പമാണ്, ബ്യൂറോക്രസി കുഴപ്പമാണ്, എല്ലാ ബാക്കിയുള്ള പാർട്ടികൾ മുഴുവൻ കുഴപ്പമാണ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു കുഴപ്പമാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം. അപ്പൊ ഞാൻ മാത്രമാണ് ശരി, അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രമേ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പൊ കോടതി പറഞ്ഞാണക്ക്, സുപ്രീം കോടതി പറഞ്ഞാണക്ക് ഈ ഇത്തരം താരിഫുകൾ ഏർപ്പെടുത്താനുള്ള അവകാശം കോൺഗ്രസിന് മാത്രമാണ് ഭരണഘടനാപരമായി. പക്ഷെ അതിനെല്ലാം അതിലംഘിച്ചുകൊണ്ട് അദ്ദേഹം ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് പുറപ്പെടുവിച്ചത്. നമ്മൾ കാണണം, ഏപ്രിൽ മാസം 2-ാം തീയതി അദ്ദേഹം പുറപ്പെടുവിച്ച ഈ താരിഫും പിഴച്ചുങ്കവും എല്ലാം ഇപ്പൊ 10 മാസത്തിന് ശേഷമാണ് കോടതി പരിഗണിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഇതിനെ അധിവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു വി ഹാവ് ഓൾട്ടർനേറ്റീവ്, ഞങ്ങൾക്ക് ഒരുപാട് ബദലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ വീണ്ടും പുതിയ 1974ലെയും മറ്റു പല നിയമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്കെതിരായിട്ട് ഈ ചുങ്കം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ വാർത്തകളിൽ നിന്ന് വരുന്നത് ഈ കോടതി വിധി ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ പൈസ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, അതായത് ഏർപ്പെടുത്തിയ ചുങ്കം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും കോടതി ഇതിന് കൃത്യമായി പറയുന്നില്ല. 17,500 കോടി രൂപ, നന്ദി ശ്രീ ജോസഫ് ആന്റണി, 17,500 കോടി ഡോളറാണ് ഇതിനകം തന്നെ അമേരിക്കയുടെ ഖജനാവിലേക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യചിഹ്നം. കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്കും വലിയ ചുങ്കം ചുമത്തിയ ഒരു രാജ്യമാണ് അമേരിക്ക. ട്രംപ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ സ്ഥിരമായി ചുങ്കം ചുമത്തുന്ന, ഈവൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോലും ഈ ചുങ്കം അധികം ചുമത്തുമെന്നുള്ള ഭീഷണിയാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇനി ഇന്ത്യക്കുള്ള തീരുവ എത്ര എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ലിബറേഷൻ ഡേ എന്ന പ്രഖ്യാപനത്തോടെ ട്രംപ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും മേൽ IEPI പ്രകാരം പകരം തീരുവ ചുമത്തിയത്. ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയത് 26% ചുങ്കമായിരുന്നു. പിന്നീട് ട്രംപ് ഈ തീരുവ 1% കുറച്ച് 25% ഇപ്പോൾ സുപ്രീം കോടതി ഈ തീരുവകൾ അസാധുവാക്കിയതോടെ ഇന്ത്യക്ക് വെറും 3% മാത്രമായി ഈ ചുങ്കം കുറയുന്ന ഒരു പശ്ചാത്തലമുണ്ടാവുകയാണ്. പകരം തീരുവയൊക്കെ ചുമത്തും മുമ്പ് ഉണ്ടായിരുന്ന 3%, ഈ 3% പോലും പക്ഷേ 40%-ഓളം ഉൽപ്പന്നങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ത്യയുമായുള്ള ഡീൽ പ്രകാരം 18% തീരുവയാണ് തുടരുകയെന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ നിയമസാധുത ഈ പറച്ചിലിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഫലത്തിൽ ഇന്ത്യക്ക് മേൽ തീരുവ വെറും 3%-ആയി തുടരും എന്നർത്ഥം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കണക്ക് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ട്രംപിൻ്റെ ഇടപെടലോടെ യൂറോപ്യൻ യൂണിയൻ, UK, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി US ധാരണയിലെത്തിയ വ്യാപാര കരാറുകൾ കൂടി ഈ സുപ്രീം കോടതി വിധിയോടെ അസാധുവാകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അവയെല്ലാം ട്രംപ് 1977-ലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം തീരുവ പ്രഖ്യാപിച്ച ശേഷം ഏർപ്പെട്ട ഡീലുകളായിരുന്നു. ഇന്ത്യയുമായി ഏകദേശ ധാരണയിലെത്തിയ ഡീലും അസാധുവാവുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഈ രാജ്യങ്ങളെല്ലാം ഇനി US-ഉമായുള്ള ചർച്ചയിൽ കൂടുതൽ ശാഠ്യം പിടിക്കുമെന്നത് ട്രംപിന് ആഘാതമാകും. സ്വാഭാവികമാണ്. പകരം തീരുവ ആയുധമാക്കാനുള്ള ട്രംപിൻ്റെ കരുത്താണ് കോടതി വിധിയോടെ ഇല്ലാതാകുന്നത്. റഷ്യ, ചൈന, കാനഡ, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, സ്പെയിൻ, ബ്രസീൽ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക എന്നിങ്ങനെ ട്രംപുമായി തീരുവ തർക്കത്തിലുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ സുപ്രീം കോടതി വിധി വലിയ നേട്ടമായി മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുകയാണ്. മറ്റൊരു വിവരം അത് പുറത്തു വരുന്നത് അത് രസകരമായ ഒന്നാണ്, ട്രംപുമായി ബന്ധപ്പെട്ടാണ്. അതായത് ട്രംപിനെ കൊണ്ട് ഇന്ത്യൻ വംശജർക്ക് മടുത്തു എന്നുള്ള ഒരു സർവേ ഫലം കൂടി പുറത്തു വരികയാണ്. ഈ 2ാം വരവിലാണ് ട്രംപിനെ ഇത്തരത്തിലുള്ള ഒരു മടുപ്പ് ഇന്ത്യൻ വംശജർക്ക് ഉണ്ടായിരിക്കുന്നത്. 71% പേരും ട്രംപിനെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണം ഈ കുടിയേറ്റ നയവും വിവേചനവും മറ്റും വില്ലനാകുന്നു എന്ന് പൊതുവെ ഇന്ത്യൻ വംശജർക്കിടയിൽ വലിയ തോതിലുള്ള പ്രചരണമുണ്ട്. കാർണഗി എന്ന ഒരു ഏജൻസി നടത്തിയ സർവേയിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം ഊഴത്തിലെ പ്രവർത്തനങ്ങളിൽ 71%-ഓളം ഇന്ത്യൻ വംശജർ അസംതൃപ്തരാണ് എന്ന് പറയുന്നു. 2026-ലെ
ഇന്ത്യൻ അമേരിക്കൻ ആറ്റിറ്റ്യൂഡ് സർവേ പ്രകാരം സർവേയിൽ പങ്കെടുത്ത 1000 പേരിൽ 29% പേർ മാത്രമാണ് ട്രംപിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചത്. അതായത് ഏതാണ്ട് 71% ആളുകളും ട്രംപിനെതിരാണ് എന്നുള്ളതാണ്. കുടിയേറ്റ നയത്തെ 64% പേരും, ആഭ്യന്തര സാമ്പത്തിക നയത്തെ 68% പേരും, വ്യാപാര നികുതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക നയത്തെ 70% പേരും എതിർക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുമായുള്ള ബന്ധം ട്രംപ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ 55% ആൾക്കാർക്കും അസംതൃപ്തിയുണ്ട് എന്ന രസകരമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും വംശീയ അധിക്ഷേപമടക്കം വലിയ തോതിൽ ഇന്ത്യൻ വംശജർക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് എന്ന സൂചന കൂടി ഈ സർവേ നൽകുന്ന പശ്ചാത്തലമുണ്ട്. അമേരിക്കയിലെ തന്നെ മറ്റൊരു വാർത്ത, അതും ട്രംപുമായി ബന്ധപ്പെട്ടതാണ്. അതിന് നമുക്ക് ബരാക് ഒബാമയെ കൂടി ചേർത്ത് വെക്കേണ്ടി വരും, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. അത് പറയുന്നത് അന്യഗ്രഹ ജീവികളെയും തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച രഹസ്യരേഖകൾ പുറത്തുവിടാനാണ് US പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. നമുക്കറിയാം അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന പ്രഖ്യാപനം, ചില തെളിവുകളുണ്ട് എന്നൊക്കെയുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ നടത്തിയിരുന്നു. ഇത് ട്രംപ് ഒബാമയെ കളിയാക്കിക്കൊണ്ടുള്ള പല പ്രസ്താവനകളും നടത്തി. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഏജൻസികളോടാണ് ട്രംപ് ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിക്കുകയാണ്. അതായത് ഇതിലൊരു വ്യക്തത വരുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലെ ഒബാമയുടെ പ്രതികരണങ്ങളെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ട്രംപിൻ്റെ ഈ നീക്കമെന്നത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. ഇത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഏറ്റെടുക്കുകയും ഇതുവരെയുള്ള പഠനങ്ങൾ പുറത്തുവിടുകയും മറ്റും വേണമെന്നാണ് ട്രംപ് പുറത്തുവിടുന്നത്. അതായത് ആകാശ പ്രതിഭാസങ്ങൾ, അന്യഗ്രഹ ജീവികൾ, തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങൾ, പറക്കുന്ന വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ പുറത്തുവിടുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കാൻ പ്രതിരോധ സെക്രട്ടറിയോടും മറ്റ് വകുപ്പുകളോടും ഏജൻസികളോടും ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഈ ഒബാമയുടെ ഈ വിഷയത്തിലെ പ്രതികരണം ഏറെ കൗതുകം നിറഞ്ഞതായിരുന്നു. പക്ഷേ പിന്നീട് ഇത് ഒബാമ തിരുത്തുകയാണ്, തൻ്റെ ഭരണകാലത്ത് ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്ന്. ഇതും ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ്. രഞ്ജിത്ത്, ഒബാമയെ അടിക്കാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് പാഴാക്കാറില്ല. ഇപ്പോൾ ഒബാമയുടെ ഒരു പ്രസ്താവന, അതിൽ തൂങ്ങിയിരിക്കുകയാണ് ട്രംപ്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംവാദം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രതിരോധ ഏജൻസികളോട്, പ്രതിരോധ സെക്രട്ടറിയോട് ഉൾപ്പെടെ, പെൻറ്റഗണോട് ഉൾപ്പെടെ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള വിവരങ്ങൾ, അമേരിക്കയുടെ കൈവശമുള്ള വിവരങ്ങൾ, അതിൻ്റെ ഒരു ഭാഗം പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ പോർട്ടലുണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്, അതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വിമാനത്തിലുള്ള യാത്രയ്ക്കിടെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. അതിൽ 484 പേജുകൾ വരുന്ന വിവരങ്ങൾ പുറത്തുവിടണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതായത് അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇതുവരെ നാസയ്ക്കോ പെൻറ്റഗണോ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രതിരോധ ഏജൻസികൾക്കോ ഒന്നും തന്നെ അങ്ങനെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇല്ല. അതുതന്നെയാണ് ഒബാമയുടെ ഇപ്പോഴത്തെ ഒരു മലക്കമറിച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നതും. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രസിഡന്റായിരുന്ന സമയത്തും ഇങ്ങനെ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഒബാമയും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഇത്രയും വിശാലത, അങ്ങനെ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ മറ്റിടങ്ങളിൽ ജീവൻ്റെ തുടുപ്പുകൾ ഉണ്ടാകാം, എന്നാൽ അവർ ഭൂമിയിൽ വന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് എന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ തൻ്റെ ഭരണസമയത്തോ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഒബാമ ഇപ്പോൾ ഒരു തിരുത്തൽ വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ശുക്രൻ, വ്യാഴം, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് കാലങ്ങളായി ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നത് മനസ്സിലാക്കാനുള്ള ഒരു പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രഹങ്ങൾക്കപ്പുറത്ത് മറ്റൊരു ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പറക്കും തളികകൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കഥകളിൽ പറയുന്നതാണ്. ആകാശത്ത് പലപ്പോഴും അങ്ങനെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായ ചില കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ പരന്ന ചരിത്രമുണ്ട്. പക്ഷേ ഇതിനൊന്നും തന്നെ ഇതുവരെ ഒരു സ്ഥിരീകരണവുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് അവിടുത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു തീരുവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇറാനെ അമേരിക്ക ഏത് നിമിഷം ആക്രമിക്കും എന്ന ചോദ്യം ലോകത്താകെ മുഴങ്ങി നിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ ഒബാമയുടെ ഒരു പരാമർശത്തിൽ കയറി പിടിച്ച് ട്രംപ് ഒബാമയ്ക്കിട്ട് 2 കൊടുക്കുന്ന ഒരു കാഴ്ച കൂടി ഉള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ ഇക്കാര്യത്തിലും ട്രംപിൻ്റെ ചില പരാമർശങ്ങൾ വരികയാണ്.
നമുക്ക് മറ്റ് നിരവധി വാർത്തകളുണ്ട്. നാളെയാണ് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ T20 മത്സരത്തിൽ. ഒപ്പം കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടക്കമുണ്ട്. സമരങ്ങൾ, നഴ്സുമാരുടെ സമരം, ഡോക്ടർമാരുടെ സമരം, ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വലിയ അനാസ്ഥ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാൻ്റെ പോരാട്ടമാണ് വളരെ പ്രധാനമായി ഉള്ളത്. നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടക്കുക. നമുക്കറിയാം, ഇന്ത്യ മത്സരിക്കുന്ന ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ടീമുകളെല്ലാം അണിനിരക്കുന്ന വളരെ ടഫായ ഒരു ഗ്രൂപ്പാണ്. നാളത്തെ മത്സരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ അലട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 4 കളികളും ജയിച്ചു എങ്കിൽ പോലും പാകിസ്ഥാനെതിരെ അല്ലാതെ മറ്റു 3 കളികളിലും ഇന്ത്യയുടെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല. സൂപ്പർ 8ലേക്ക് യോഗ്യത നേടി എങ്കിൽ പോലും ഇന്ത്യക്ക് ഓപ്പണർമാരുടെ ഫോമില്ലായ്മ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, തിലക് വർമ്മ മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്റ്സ്മാനാണ്. തിലകിൻ്റെ മെല്ലെപ്പോക്ക് ഇന്ത്യയെ വല്ലാതെ അലട്ടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആകെ പ്രതീക്ഷ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിലാണ്. സൂര്യകുമാർ യാദവ് വളരെ പ്രധാനപ്പെട്ട പ്രകടനം ഓരോ മത്സരങ്ങളിലും കാഴ്ചവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, സഞ്ജു സാംസണൊപ്പം നാളെ മത്സരത്തിന് ഇറങ്ങുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണണം. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനമായി നാളെ മാത്രമാണ് അറിയുക. ഏതായാലും വലിയൊരു മത്സരത്തിനാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ നാളെ ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഹരി എന്നോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹരി, ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ. അതിലൊന്ന് വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിന്നാണ്. മറ്റൊന്ന് ശിവം ദുബെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ അദ്ദേഹം തൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഡെത്ത് ഓവറിലെ റൺസ് ചോർച്ച പ്രശ്നമാണ്. അഭിഷേക് ശർമ്മ എന്ന സൂപ്പർ ബാറ്ററുടെ ഫോമില്ലായ്മ പ്രശ്നമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെ മറികടക്കാൻ. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരങ്ങളും അതിനനുസരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ICCയുടെ ഇത്തവണത്തെ ഫിക്സ്റ്റേഴ്സിനെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം, ഈ സൂപ്പർ 8ലേക്ക് വരുന്ന ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ്, അതായത് ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പ് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, പിന്നെ സിംബാബ്വെ, ഇവർ 4 പേരും അവരവരുടെ ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അതായത് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരിൽ പ്രധാനപ്പെട്ട 4 ടീമും എതിരെയായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 2 ടീമുകൾ പുറത്തു പോവാണ്. അതായത് ഗ്രൂപ്പുകളിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന 2 ടീമുകൾ പുറത്തു പോകുന്ന ഒരു അവസ്ഥ. അത് ICCയുടെ ഫിക്സ്റ്റേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ സ്ഥാനം ഉണ്ടാവോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയാൻ. കാരണം അഭിഷേക് ശർമ്മ 3 ഡക്കുകൾ അടുപ്പിച്ചായിരുന്നെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ICC T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അഭിഷേക് ശർമ്മയാണ്. അതായത് ഓരോ ആഴ്ചയിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന റാങ്കിംഗ് ലിസ്റ്റിൽ പോലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഡക്കായിട്ട് പോലും ആ 1ാം സ്ഥാനത്തുള്ള റാങ്കിങ് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് അഭിഷേക് ശർമ്മ ഉണ്ടാക്കുന്ന ലെഗസിയാണ്. ഇപ്പോഴും വന്നിട്ട് ആദ്യത്തെ ബോൾ തന്നെ അടിക്കാൻ ശ്രമിക്കുന്ന അഭിഷേക് ശർമ്മയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 2 മത്സരങ്ങൾക്ക് ശേഷം ഡക്കായി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയർ തന്റെ 3ാമത്തെ മത്സരത്തിൽ പതുക്കെങ്കിലും കളിച്ചു തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അയാൾക്ക് ഒരേ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതാണ്. അത് ടീം കൊടുത്തിരിക്കുന്ന ലൈസൻസ് ആണ്. അത് സൂപ്പർ 8ലും അയാൾ കണ്ടിന്യൂ തന്നെ ചെയ്യും. ഒരുപക്ഷെ അഭിഷേക് ശർമ്മയെ ഒരു തരത്തിലും മാറ്റാനുള്ള സാധ്യത ടീം മാനേജ്മെന്റിൽ നിന്നും ഉണ്ടാവില്ല. അയാൾക്ക് വയ്യ എന്നൊരു അവസ്ഥ വരുന്ന കഴിഞ്ഞു. ഇപ്പൊ നമീബിക്കെതിരെ അഭിഷേക് കളിക്കാത്തത് തന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് അവസരം കിട്ടുന്നത്. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുമായിട്ട് തന്നെ ടീം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് കിട്ടുന്നത്. ഇനി തിലക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മത്സരങ്ങളിൽ 25 റൺസ് നേടുകയും 4ാമത്തെ മത്സരത്തിൽ 31 റൺസ് നേടുകയും ചെയ്തു. അത്യാവശ്യം ഒരു ആവറേജും തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 26 ആവറേജ് കിട്ടുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഈ പന്തുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ്. ആദ്യത്തെ മത്സരത്തിൽ 21, പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 24 പന്തിൽ നിന്നാണ് 25 റൺസ് നേടിയത്. അവസാനം ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ 31 റൺസ് നേടുന്നത് 27 പന്തിൽ നിന്നാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് 130 പോലും എത്താൻ കഷ്ടപ്പെടുന്ന തിലക് വർമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മിഡിൽ ഓവേഴ്സിൽ റൺസ് ഏറ്റവും കുറവ് കിട്ടാനുള്ള ഒരു കാരണം തിലക് വർമ്മയുടെ ഈ പ്രശ്നമാണ്. പിന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചു സൂര്യകുമാർ യാദവ് ഭയങ്കര ഫോമിലാണെന്ന്. സത്യം പറഞ്ഞാൽ സൂര്യകുമാർ യാദവ് വലിയ ഫോമിലല്ല. അതും ഒരു ആശങ്കയാണ്. കാരണം USA-ക്കെതിരായ മത്സരത്തിൽ ഒരു 82 അടിച്ചത് മാത്രമാണ് സൂര്യകുമാർ യാദവിന്റെ ഒരു ഫോം. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും തിലക് വർമ്മയെ പോലെ തന്നെ സൂര്യകുമാർ യാദവും പന്ത് യൂസ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ മത്സരത്തിൽ എടുത്തു നോക്കിയാൽ 32 റൺസ് 28 പന്തുകൾ എടുത്തുകൊണ്ടാണ് സൂര്യ എടുത്തത്. അതായത് സ്ട്രൈക്ക് റേറ്റ് വെറും 115 മാത്രമേ ഉള്ളൂ. 28 പന്തുകൾ എടുത്തു 32 റൺസ് എടുക്കാനായിട്ട്. പഴയ സൂര്യകുമാർ യാദവ് ഈ 28 പന്തിൽ 60 റൺസ് എടുത്തേനെ. അപ്പൊ നേരെ ഇരട്ടിയായിട്ടുള്ള ഒരു കൺവേർഷൻ റേറ്റ് കുറയുന്ന ഒരു സാധ്യതയും കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാറ്റിംഗ് തലവേദന ഉണ്ട്. പക്ഷേ ഈ ശിവം ദുബെയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ കഴിഞ്ഞ 4 മത്സരങ്ങളിലും 4
പ്രധാനപ്പെട്ട ഈ മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയത് 4 വ്യത്യസ്ത പ്ലെയേഴ്സിനാണ്. അതായത് ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേയാൾ വരും എന്നുള്ള വിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട്. ഇപ്പൊ 8 പ്ലെയേഴ്സ് വരെ നിൽക്കുന്ന ബാറ്റിംഗിൽ 2 പേർ തകർന്നാൽ പോലും, അല്ലെങ്കിൽ 4 പേർ തകർന്നാൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ട്. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയ്ക്കോ ഇഷാൻ കിഷനോ ഫയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ദുബൈയും ഹാർദിക് പാണ്ഡ്യയും ഉണ്ട് എന്നുള്ള വിശ്വാസം ടീമിനിടയിലുണ്ട്. അത് സ്റ്റിയർ ചെയ്തുകൊണ്ടുപോയി തിലക് വർമ്മയും സൂര്യകുമാർ യാദവ് ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനത്തിലും കൂടി ഇന്ത്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലെയറിൽ മാത്രം നിൽക്കുകയല്ല ഇന്ത്യ. നേരെ മറിച്ച് വരുൺ ചക്രവർത്തി ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലായാലും ഇവിടെ ആയാലും ഏറ്റവും ലെസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയർ വരുൺ ചക്രവർത്തിയാണെന്ന് പറയേണ്ടി വരും. ഇത് വേറെ വല്ല പ്ലെയറും ആയിരുന്നെങ്കിൽ നമ്മളിവിടെ തലയിൽ വെച്ച് ആഘോഷിച്ചേനെ. ബട്ട് എന്തോ വരുൺ ചക്രവർത്തിയാണ്. അയാളുടെ വിക്കറ്റ്സ് കിട്ടിയാൽ കൂടുതലായിട്ട് അമിതമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാറില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആണ്. എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് ഉണ്ട്. അയാളുടെ പന്ത് ഇപ്പോഴും റീഡ് ചെയ്യാൻ ബാറ്റർമാർക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വജ്രായുധമായിട്ട് ഇന്ത്യ ഇറക്കാൻ പോകുന്നത് വരുൺ ചക്രവർത്തിയാണ്. ഇടപെടുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. അപ്പോഴും ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ എന്നുള്ളത് ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോമില്ലായ്മകൾ ഉള്ള ബാറ്റ്സ്മാൻമാരും ബൗളർമാരുമുണ്ട്. പക്ഷേ ഹരി പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റായി പ്രകടനം നടത്തുന്നവരുണ്ട്. അവസാന വിക്കറ്റ് വരെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഘം താരങ്ങളുടെ നിരയുമാണ് ഇന്ത്യയുടെ കരുത്ത്. അതേസമയം ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനൽ കാണില്ലെന്നാണ് പാകിസ്ഥാന്റെ മുൻ താരം മുഹമ്മദ് അമീറിന്റെ പ്രവചനം. സൂപ്പർ 8-ൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സെമിഫൈനലിൽ കടക്കുമെന്നാണ് ഒരു ചർച്ചയിൽ അമീർ പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മോശം പ്രകടനം പ്രവചിക്കാനുള്ള കാരണവും അമീർ വിശദീകരിക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള മത്സരം മാറ്റി നിർത്തിയാൽ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യക്ക് ബാറ്റിംഗ് ലൈനപ്പിൽ തകർച്ച ഉണ്ടായിട്ടുണ്ട്. കളിക്കുന്ന രീതി നോക്കിയാൽ ദക്ഷിണാഫ്രിക്കയ്ക്കും വെസ്റ്റ് ഇൻഡീസിനും ഏത് ടീമിനെ വേണമെങ്കിൽ തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് അമീർ പറയുന്നത്. സൂപ്പർ 8-ൽ നിന്ന് 2 ടീമുകൾ മാത്രമാണ് സെമിഫൈനലിൽ കടക്കുക എന്ന് ഓർക്കണം. അമീറിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലവിധ ആശങ്കകൾ നേരത്തെ പങ്കുവച്ചതുപോലെ സഞ്ജു ബെഞ്ചിലിരിക്കുമോ കളിക്കുമോ എന്നുള്ളതാണ്. അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ദോഷാട്ടെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ലോകകപ്പിൽ കളിച്ച 4 മത്സരങ്ങൾ ജയിച്ചെങ്കിലും സ്പിൻ ബോളർമാർക്കെതിരെ പ്രധാന ബാറ്റർമാർ പതറുന്നത് ഇന്ത്യക്കൊരു തലവേദനയാണ് എന്നുള്ളതാണ്. സ്പിന്നർമാരുടെ 42 ഓവറുകൾ നേരിട്ടപ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ 15 തവണ പുറത്തായ പശ്ചാത്തലമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇറങ്ങാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ കുറേ പേർ ഇടം കയ്യന്മാർ ആയതുകൊണ്ട് തന്നെ ടീമുകളെല്ലാം ഫിംഗർ സ്പിൻ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ഇടം കൈ ബാറ്റ്സ്മാൻമാർ കുറേയുള്ളത് എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷനുകളില്ല എന്ന് പറയുമ്പോൾ സഞ്ജുവിന് ഒരു തരത്തിലുമുള്ള സാധ്യതകളില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കൂടി അസിസ്റ്റന്റ് കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടത് എന്ന് പ്രധാനമാണ്. കാരണം അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആണെങ്കിൽ പോലും വീണ്ടും അഭിഷേക് ശർമ്മയ്ക്ക് അവസരം കൊടുക്കാൻ തന്നെയാണ് സാധ്യത. ഇതാണ് നാളത്തെ മത്സരത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന വിലയിരുത്തലായി വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. മലപ്പുറം ആദവനാട്ടിൽ ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞു മരിച്ച മുസ്തഫയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ലോറി ഉയർത്താനായത്. ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ലോറിയുടെ ക്ലീനറായ മുസ്തഫയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമം ഇന്ന് തുടരും. അപകട സ്ഥലത്ത് പോലീസും RTOയും പരിശോധന നടത്തും. CB അനുമോദ് തത്സമയം ഈ പ്രദേശത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ, ഈ ആളുകളെയൊക്കെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ കുറേ മണിക്കൂറിലാണ് കടന്നുപോയത്. ഇന്നിപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ അതെന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഞാൻ നിൽക്കുന്നത് ഈ ആദവനാട് സ്പിന്നിംഗ് വീൽ മേഖല, അതായത് ഈ അപകടം നടന്ന ഇടത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡിൽ നിന്നാണ് ലോറി ബ്രേക്ക് നഷ്ടമായി അതിവേഗം താഴേക്ക് വന്നത്. ഈ ഭാഗത്ത് ഈ റോഡിൻ്റെ വലതുവശത്ത് നമുക്കൊരു ക്വാറി കാണാം, ഒരു ഉപയോഗശൂന്യമായ ക്വാറി കാണാം. അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. പക്ഷേ ഈ ഒരു വഴി നേരെ വരുമ്പോൾ ഇവിടെ ക്വാറി ഉള്ളത് ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഈ ലോറി നേരെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് മാറിയാണ്. ഇവിടെ ഒരു ക്രെയിൻ നമുക്ക് കിടക്കുന്നത് കാണാം. ഈ ബ്രേക്ക് നഷ്ടമായ ലോറി ഇതുവഴി നേരെ ഇതിനപ്പുറത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഇന്നലെ ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയാം. അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ലോറി ഉയർത്തിയത്. ട്രെയിൻ വെച്ച് ഉയർത്തിയ ലോറിയാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ രാത്രിയാണിത്. ഒരുപാട് സമയമെടുത്ത് നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ഈ ലോറി വലിച്ചു കയറ്റിയത്. അപ്പോൾ ഈ ലോറി നമ്മൾ നേരത്തെ കാണിച്ച റോഡിൽ നിന്ന് നേരെ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ബ്രേക്ക് നഷ്ടമായിരുന്നു. ലോറിയുടെ നേരെ ഈ ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ മാവിൻ്റെ
കൊമ്പൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ തികച്ചും ഈ ലോറി ഡ്രൈവറെ സംബന്ധിച്ച് ഇവിടെ ഒരു കോറയുള്ളതോ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക് നഷ്ടമായപ്പോൾ സുരക്ഷിതമായൊരിടത്ത് വണ്ടി ഇടിപ്പിച്ച് നിർത്താനായിരിക്കും അദ്ദേഹം ശ്രമിച്ചത്. വലതുവശത്ത് മറ്റൊരു കോറി നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് വലത്തോട്ട് പോകാതിരിക്കാൻ വണ്ടി ഇടത്തോട്ട് മാറ്റിയിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായിട്ട് നേരെ തൊടിയിലേക്ക്, അതായത് ആ തെങ്ങിൻ തോപ്പിലേക്ക് പോകുന്നതിന് പകരം ഇടത്തോട്ട് തിരിഞ്ഞ് ഈ ക്വാറിയിലേക്ക്, ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. ഇതാ ഇവിടെ നമുക്ക് ആ ലോറി വീണതിൻ്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞതും അത് കൊമ്പൊടിഞ്ഞതും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. തികച്ചും അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഒരിക്കലും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു 10-20 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒരിക്കലും സാധാരണഗതിയിലൊരു വാഹനവും ഇവിടേക്ക് ഇങ്ങനെ വന്ന് അപകടത്തിൽപ്പെടില്ല. നമ്മുടെ പ്രദേശവാസികളൊക്കെ ചേരുന്നുണ്ട്. ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അപകടമായിപ്പോയല്ലോ. പ്രതീക്ഷിക്കാത്ത അപകടമാണ്. കാരണം വെച്ചാൽ അവിടുന്ന് ഇറക്കിറങ്ങി വരുമ്പോൾ യാദൃശ്ചികമായിട്ട് വന്ന അപകടമാണിത്. ബ്രേക്ക് പോയി എന്നാണ് വണ്ടിയുടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ സുരക്ഷിതത നോക്കി താഴത്തേക്ക് ഇറക്കിയതിൽ വണ്ടി ചിലപ്പോൾ കുത്തിത്തിരിഞ്ഞ് ചാടിയതാവാനാണ് സാധ്യത. ഈ ഒരു കോറയിൽ മുമ്പ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്? അതിൻ്റെ മുന്നേ ഒരു ഓർമ്മയിൽ പറഞ്ഞേക്കുന്നത് ഒരു വണ്ടി പോയത് അതാ കോറിയിലെ പോയത് അപ്പുറത്തെ പോയത്. ആർക്കും അറിയപ്പെടാതെ ഇത് ആർക്കും ഇത് അറിയപ്പെട്ടില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ചിലർക്ക് അറിയുന്ന ഈ കോറി ഇവിടെ ഉണ്ടെന്ന്. കാരണം ഇതൊക്കെ കാട് കെട്ടി കിടക്കാണ്. അപ്പൊ ആരും ശ്രദ്ധിക്കൂല. അങ്ങനെ ആയിരിക്കും സാധാരണ വാഹനങ്ങൾ വരാൻ ഒരു സാധ്യത ഇല്ല. ഇല്ല, വണ്ടി വരാനുള്ള ഒരു വഴിയില്ല. ഇത് പറഞ്ഞാൽ ഡയറക്റ്റ് വരുന്ന ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ബ്രേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനത്തിൽ വരുന്ന കാരണം. അത് കാരണമാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ട് വണ്ടി വരലില്ല. ഇവിടെ പണ്ടൊരു നിസാന്തേമാർ തന്നെ വന്നിട്ട് അത് അങ്ങോട്ടാ ചാടിയത്, അപ്പുറത്തേക്ക് ചാടി. അത് വലിയ ചെറിയ പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടു. പക്ഷേ ഇത് വെള്ളത്തിലേക്ക് ഇങ്ങോട്ടെത്തില്ല. അത് നേരെ ആ ചാലിക്കാ പോയത്. ആ ചാലിനോട് ചാടിയിട്ട് അങ്ങോട്ടാ വന്നത്. അത് കാരണം ചെറിയ പരിക്കല്ല, അത്യാവശ്യം നല്ല പരിക്കുണ്ടായിരുന്നു. അത് ഇതേമാതിരി തന്നെ ജീവൻ തിരിച്ചു കുട്ടികൾക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ബൈ ചാൻസ് വന്നൊരു സംഭവമാണ്. ആർക്കും ഒന്നും പറയാൻ ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ സ്വന്തം മൂടി കിടക്കണോണ്ട്, കാട് പിടിച്ച് കിടക്കണോണ്ട് ശ്രദ്ധയിൽപ്പെടാത്തൊരു സിറ്റുവേഷൻ വന്നതെന്നുള്ളതാണ്. നമുക്കിത് ഈ ലോറിയുടെ ഇത് കാണാം. ഇത് ഇടതുഭാഗമാണിത്. ഇവിടെ വെട്ടി പൊളിച്ചാണ് മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചത്. അതും മണിക്കൂറുകൾ നീളുന്ന ഒരു അധ്വാനത്തിന് ഒടുവിലാണ് അങ്ങനെ ഈ ഒരു പരിശ്രമത്തിനൊടുവിൽ മുസ്തഫയെ പുറത്തിറക്കാൻ സാധിച്ചു. അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. കാരണം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഡ്രൈവർ എങ്ങനെയോ പുറത്തേക്ക് ചാടാൻ സാധിച്ചു. അതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ക്ലീനർ മുസ്തഫ അയാൾ ഈ ഒരു ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വാഹനത്തിൽ നിറയെ ലോഡുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര അടി ആഴമുണ്ട് ഈ ഒരു കോറിക്ക് എന്ന് പറയാനാവില്ല. ഇക്കാൻ്റെ വീടിൻ്റെ മുമ്പിലാണല്ലോ ഈ അപകടം നടന്നത്. ഈ ഒരു കോറി എത്ര ആഴമുണ്ടെന്ന് നിങ്ങളൊരു ഓർമ്മയിൽ? അതൊരു 70-80 അടി ഒക്കെ ആയം തന്നെ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ആഴമുള്ള കോറിയാണ്. ആഴമുള്ള കോറിയാണല്ലേ? എത്ര വർഷം മുമ്പ് അത് അവസാനിപ്പിച്ച് കൊടുത്തതെന്നറിയോ? 30 മീതെ നിർത്തിയിട്ടുണ്ടാവും. 40-45 കൊല്ലമായിട്ട് നിർത്തിയിട്ട് വെച്ച് പോയിട്ട് പോലെ. നിങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ അടിയിൽ റോഡൊക്കെ ഉണ്ടെന്നല്ലേ? അത് കല്ലെടുക്കാനുള്ള റോഡ് അടി വരെ പോവാം. ആ, പിന്നെ വെച്ചാല് പിന്നെ കേറാൻ പറ്റാതാവുമ്പോഴാണ് നിർത്തുന്നത്. പിന്നെ വെള്ളമൊക്കെ ആവും, വർഷത്തിൽ വെള്ളമായ പിന്നെ പറ്റാതാകുമ്പോൾ ആണ് നിർത്തി വെച്ച് പോയതാണ്. ഇതിൽ വെള്ളം വറ്റലില്ല. അത്ര ആഴത്തിലാണ്. ഒരു പ്രാവശ്യം ഒരു മീനൊക്കെ വളർത്തിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിച്ചു നോക്കി, എന്നിട്ടും പറ്റിയിട്ടില്ല. പിന്നെ കുറെ നേരെ ആഴത്തിലേക്ക് അങ്ങ് വീഴാണ് ചെയ്തത്. ആയിരിക്കും എന്ന് വിചാരിക്കാം. നമ്മൾ ഉണ്ടായിട്ടില്ല. കാരണം പക്ഷെ വലിയ സൗണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു ഭാഗ്യവശാല് പെരക്കാർ കണ്ടതുകൊണ്ടാണ് അതിലൊരു വണ്ടി പൊയ്ക്കണമെന്ന് ഒരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ആ നേരത്തെ ഒരാളും ഇല്ല. വണ്ടി ചാടി വയ്ക്കാനെ പിന്നെ വണ്ടി കാണാൻ തന്നെ നമുക്ക് പറ്റിയിട്ടില്ല. ആ ഒരു കുഴപ്പമില്ല. കാരണം ഇതിൽ കുറേശ്ശെ കച്ചറ ആൾക്കാർ കൊടുന്നിടുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇതിൽ ആരോ എന്താ കച്ചറ കൊടുന്നിട്ടതാണ്, ഈ പൊന്തി കിടക്കുന്നത് എന്താ കച്ചറ കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പരാതി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ വണ്ടിയോ ആളോ അതിന് അടി കിടക്കുന്നത് നമ്മൾ ആർക്കും അറിയാൻ കഴിയില്ല. വണ്ടി ബ്രേക്ക് പോയി വരുന്നത് കണ്ടു. അത് വീട്ടുകാർ അവിടെ ഒരു ഒച്ച കേട്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു അവര് പറഞ്ഞ ടയർ പൊട്ടിയെന്ന്. പക്ഷെ ടയർ പൊട്ടിയതല്ലല്ലോ. പക്ഷെ എന്തോ ഒരു ശബ്ദം അതിന് കേട്ടുകണ്. പിന്നെ അവർ ഞങ്ങളെ രക്ഷിക്കേന്ന് പറഞ്ഞിട്ട് ആർപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഇതിലേക്ക് ചാടിയൊക്കെ എൻ്റെ ഭാര്യ വന്നിട്ട് ഇതിൽ കൂടെ വന്ന് നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല. ആരും കാണണമൊന്നുമില്ല. ഒരൊച്ച ഓള് കേട്ടും ചെയ്ത്. അങ്ങനെ വന്ന് ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഡ്രൈവർ പൊന്തി വരുന്നത്. അങ്ങനെ പൊന്തി പോകാൻ കുറച്ച് കരക്കൊക്കെ നീന്തി അവിടെ കിടന്ന്. അപ്പോൾ ഓനോട് ഇവിടെ പെണ്ണുങ്ങൾ വിളിച്ച് ചോദിച്ച് ഇനി ആരെങ്കിലും ഉണ്ടോ എന്തുണ്ട്, ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ തന്നെ അവിടുന്ന് മുസ്തഫ എന്നൊരു 5 വിളിച്ചിരിക്കണം.
പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റാതെ ഇവനവിടെ കിടന്ന്. അപ്പോഴാണ് ഇവിടെ പാലക്കാട്ടിൽ നിന്ന് ആരാ ഈ കാളുണ്ടാക്കിയ ടീം ഇവിടുത്തേരല്ല ഓലിങ്ങനെ നടന്നിട്ട് നമ്മളെ പടി വരെ ഇങ്ങനെ വെറുതെ കാണാൻ വേണ്ടി നെക്സ്റ്റ് വന്നത്, അത് അറിഞ്ഞിട്ട് വന്നതൊന്നുമായിരുന്നല്ല. ഓലോട് പറഞ്ഞപ്പോൾ ഓല് അവിടെ പോയി വണ്ടിയിൽ നിന്ന് കമ്പക്കയറൊക്കെ എടുത്തോണ്ട് ഓല് കാളണ വലിക്കണ കയറൊക്കെ കൊടുന്ന് കെട്ടിയതായപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു വേണ്ട നിങ്ങൾ കയറ് കെട്ടേണ്ടതിക്ക് നടന്ന് പോയിട്ട് തന്നെ എടുക്കാനുള്ള വഴിയുണ്ടതിക്ക് അതിങ്ങനെ കുറച്ച് താഴത്തൊക്കെ ഇറങ്ങണമെന്നുള്ളൂ. അങ്ങനെ ഓല് പോയിട്ടാണ് ആ ഡ്രൈവറെ എടുത്തു കൊടുത്ത് ഇവിടെ കയറ്റിയപ്പോഴത്തേന് ആളും പാളുമായി വണ്ടികളൊക്കെ വന്ന് അങ്ങനെ അവരെ രക്ഷിച്ചത്, അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. അനുമോദാണ് അവിടെ ആദവനാട്ടിൽ നിന്ന്, മലപ്പുറം ആദവനാട്ടിൽ നിന്ന് ചേർന്ന് ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് ഒരു മരണം ദുരന്തമുണ്ടായ ഒരു സ്ഥലമാണ് അവിടെ ഇന്നിപ്പോൾ ആർ ടി ഒ അടക്കമുള്ളവർ എത്തി പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ മുൻനിർത്തി തങ്ങളുടെ പ്രവചനങ്ങൾ തിരുത്തി കഴിഞ്ഞു. 2026ഓടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ എപ്പോഴും ട്വിസ്റ്റുകൾക്ക് വേദിയായ ഒരു സ്ഥലമാണ് തമിഴക രാഷ്ട്രീയം. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾക്കാണ് ഇപ്പോൾ തമിഴകം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിജയകാന്തിൻ്റെ പാർട്ടി NDA സഖ്യം വിട്ട് NDAയുമായൊക്കെ അവർ യോജിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതൊഴിവാക്കി സ്റ്റാലിനുമായി ചേരുകയും അത് അപ്രതീക്ഷിതമായ ഒരു മാറ്റമായി തമിഴകത്ത് മാറുകയും ചെയ്തു. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം OPS, അവിടുത്തെ O പനീർശെൽവം, തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തനായ ജനകീയനായ നേതാവാണ്. AIADMKയുടെ നേതാവായ പനീർശെൽവം ഇന്നലെ സ്റ്റാലിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് ബൊക്കെയടക്കം കൊടുക്കുകയാണ്. ജയലളിതയുടെ വലിയ വിശ്വസ്തനായിരുന്നു പനീർശെൽവം എന്ന് നമുക്കറിയാം. അവിടെ AIDMKക്ക് നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക നീക്കമാണ് DMKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരും എന്നാണ് O പനീർശെൽവം, തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി, പറയുന്നത്. നമുക്കറിയാം ജയലളിത ജയിലിലേക്ക് പോയപ്പോൾ തൻ്റെ വിശ്വസ്തനായ പനീർശെൽവത്തിനാണ് മുഖ്യമന്ത്രി കസേര കൈമാറിയത്. അന്നു മുതൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പ്രത്യേക ഇടമുള്ള ഒരു നേതാവ് കൂടിയാണ്. അതായത് ബദ്ധശത്രുവായ സ്റ്റാലിനൊപ്പം പനീർശെൽവം ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ചില്ലറ മാറ്റമല്ല പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അൻപുമണി രാംദാസിനെ കൂടെ കൂട്ടാൻ ഇപ്പോൾ സ്റ്റാലിൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, DMKക്കൊപ്പം പോകുമോ എന്ന കാര്യത്തിൽ പനീർശെൽവം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഒരു സൂചനയാണ്. പിന്തുണകൾ വർദ്ധിപ്പിക്കുന്നു. വിജയിയുടെ ഭീഷണി അത് ഇല്ലാതാക്കാൻ ഏത് അറ്റം വരെ പോകാനും സ്റ്റാലിൻ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. രഞ്ജിത്ത്, നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയാവുകയാണ് തമിഴകം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഏതായാലും DMDK വിജയകാന്ത് രൂപീകരിച്ച പാർട്ടിയാണ്. ആ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ AIDMKയുമായാണ് സഖ്യമായി മത്സരിച്ചിട്ടുള്ളത്. ഭൂരിഭാഗം തവണയും AIDMKയാണ് അവരുടെ സഖ്യമുണ്ടായിരുന്നത്. ഇത്തവണ ആദ്യമായി DMKയുടെ ഭാഗമായിരിക്കുന്നു DMDK. അതിനുശേഷം ഇപ്പോൾ O പനീർശെൽവം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന് വിശേഷിപ്പിക്കാം. കാരണം 2001 ആദ്യം താൻസി ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയലളിതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നത്. അന്ന് സുപ്രീം കോടതിയാണ് ജയലളിതയ്ക്ക് അയോഗ്യത കൽപ്പിക്കുന്നത്. അന്ന് താരതമ്യേന ജൂനിയറായ ആദ്യ തവണ MLA ആയ O പനീർശെൽവത്തെയാണ് മറ്റു പല സീനിയർ നേതാക്കളുമുള്ളപ്പോൾ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. അന്ന് ആ മുഖ്യമന്ത്രി കസേര ഉപയോഗിക്കാതെ ആണ് പനീർശെൽവം അക്കാലയളവിൽ ഭരിച്ചിരുന്നത്. അതിനുശേഷം 2015-16 കാലഘട്ടത്തിലാണ് വീണ്ടും അനധികൃത സ്വത്ത് സമ്പാദന കേസായി ജയിലിലേക്ക് പോകുന്നത് ജയലളിത. അന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്ന് O പനീർശെൽവമായിരുന്നു. പക്ഷേ ജയലളിതയുടെ മരണശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ വന്നുവെങ്കിലും ആദ്യം ശശികലയുമായി
തർക്കമായി. പിന്നീട് എടപ്പാടി പളനിസ്വാമിയുമായി തർക്കമാവുകയും ഒടുവിൽ പാർട്ടിക്ക് പുറത്തു പോകേണ്ട വന്നൊരു സാഹചര്യം പോലും OPS-നുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA ആണ് മത്സരിച്ചത്. പക്ഷേ NDA സഖ്യം ഇടക്കാലത്ത് അദ്ദേഹം വിട്ടെങ്കിലും പിന്നീട് NDAയിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോഴേക്കും AIADMK NDAയുടെ ഭാഗമായി. അതുകൊണ്ട് തന്നെ നിലവിൽ മറ്റൊരു വഴിയും OPS-ന് മുന്നിലില്ല. ഈ സാഹചര്യത്തിൽ പഴയ ശത്രുവിൻ്റെ കൂടെ അണിനിരക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ O പനീർശെൽവം ഉള്ളത്. ഏതായാലും ഇന്നലെ ഒരു താൽക്കാലിക രാഷ്ട്രീയ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. സാധാരണ കൂടിക്കാഴ്ച മാത്രം എന്നാണ് DMKയും OPS-ഉം ഒക്കെ തന്നെ വിശേഷിപ്പിച്ചെങ്കിലും അദ്ദേഹം നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. കാരണം സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നൊരു പ്രതികരണം മുൻ AIADMK നേതാവ് നടത്തുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. മാത്രവുമല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു MLA ഈയപ്പൻ എന്ന് പറയുന്ന MLA ഇന്നലെ സഭയ്ക്കകത്ത് പറഞ്ഞത് വീണ്ടും സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകുമെന്നാണ്. അപ്പോൾ OPS-നെ അനുകൂലിക്കുന്നവരുടെയും നിലപാട് എന്തെന്ന് ഈ രണ്ട് പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. തീർച്ചയായും സ്റ്റാലിൻ എല്ലാ ചെറു പാർട്ടികളെയും കക്ഷികളും ഒക്കെ തന്നെ കൂടെ നിർത്തുന്നതിൽ നേരത്തെയും അത്തരം തന്ത്രം പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു DMKക്ക് അനുകൂലമായ തരംഗം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പോലും കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ നൽകി, ഇടതു പാർട്ടികൾക്ക് സീറ്റ് നൽകി, വൈക്കോയ്ക്ക് സീറ്റ് നൽകി, VCKയ്ക്ക് സീറ്റ് നൽകി. അങ്ങനെ ചെറു പാർട്ടികൾക്കൊക്കെല്ലാം തന്നെ സീറ്റ് നൽകിക്കൊണ്ട് ഒരു വിശാലമായ സഖ്യമാണ് സ്റ്റാലിൻ രൂപീകരിച്ചതെങ്കിൽ ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മറ്റ് ചെറിയ പാർട്ടികളെയൊക്കെ തന്നെ ഒപ്പം നിർത്തിക്കൊണ്ടൊരു നീക്കത്തിലേക്കാണ് സ്റ്റാലിൻ പോകുന്നത്. ഏതായാലും ഒരുപക്ഷെ DMKയിൽ ചേരാനുള്ള സാധ്യത വളരെ കുറവാണ്. O പനീർശെൽവം ഒരു ധാരണ ഏതായാലും DMK സഖ്യമായി എത്തുക, അങ്ങനെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് കരസ്ഥമാക്കുക, അത് തന്നെയായിരിക്കും O പനീർശെൽവത്തിന് മുമ്പിലുള്ള ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, മറ്റു പാർട്ടികളുമായും ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. അതിലൊന്ന് PMK ആണ്. കാരണം PMKക്ക് ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ VCK അവർ വലിയ എതിർപ്പ് അവരുടെ PMKക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വില്ലുപുറം അടക്കമുള്ള മേഖലകളിൽ ഈ രണ്ടു പാർട്ടികൾക്കും സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ PMK മുന്നണിയുടെ ഭാഗമാക്കരുതെന്ന് VCK ഇതിനോടകം തന്നെ DMK നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്റ്റാലിൻ്റെ നിലപാട് തീർച്ചയായും നിർണായകമായിരിക്കും. ശരി, ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. തമിഴക രാഷ്ട്രീയത്തിലെ വമ്പൻ ട്വിസ്റ്റുകൾ അതാണ് രാഗേഷ് പറഞ്ഞു വെച്ചത്. എന്നാൽ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. അത് വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെയാണ് ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുക്കുന്നത്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തു. പക്ഷേ ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ കേസിൽ പ്രതിയല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുമെന്നും വിവരമുണ്ട്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോസഫിൻ്റെ ശസ്ത്രക്രിയയും ഇന്ന് നടക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഏത് തരത്തിലാണ് അന്വേഷണം? മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉഷ ജോസഫിന്റെ മകൾ ഉയർത്തിയ ചില വാദങ്ങളുണ്ടായിരുന്നു. അതായത് ആദ്യം ഡോക്ടർ ലളിതാംബികയെ വീട്ടിൽ ചെന്നാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അവർക്ക് പണം നൽകി എന്നതടക്കമുള്ള, അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഡോക്ടറുടെ റെഫറൻസോടെയാണ് ഈ ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. അവരുടെ ജൂനിയേഴ്സാണ് സർജറി ചെയ്തത് എന്നുള്ള ഗൈനക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോഴും ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഡോക്ടർക്ക് അതിന് പൂർണ്ണമായ ചുമതല ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഡോക്ടർ ലളിതാംബിക ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവരാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് തുടരന്വേഷണവും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടക്കുന്നു. ഡോക്ടർ ലളിതാംബിക എന്ന് പറയുന്ന അവർ ഈ സംവിധാനത്തിന് പുറത്താണ്, അതായത് റിട്ടയർഡ് ചെയ്തൊരു ഡോക്ടറാണ്. മറ്റ് നിയമ സംവിധാനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റ് തല എൻക്വയറി അടക്കമുള്ള കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് അവരുടെ കേസിൽ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയത് എന്നുള്ളൊരു വിശദീകരണമാണ് നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല ഈ ഉഷയുടെ കുടുംബം ഡോക്ടർക്കെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ FIR വീണിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് നിയമ നടപടികളിലേക്ക് ഇവരെ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് പോലീസ് നിയമ നടപടിയിലേക്ക് നീങ്ങട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തതെന്നുമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉഷയുടെ കുടുംബ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്നത് ഡോക്ടറെയാണ്. അതുകൊണ്ട് ഡോക്ടറെ പ്രതി ചേർത്തുകൊണ്ട് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഷയുടെ സഹോദരൻ്റെ ഭാര്യ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ RMOയുടെ നേതൃത്വത്തിൽ, ഡോക്ടർ രമ്യയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ, ഫോറൻസിക് അടക്കമുള്ള വിഭാഗങ്ങളിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘം
DMEക്ക് റിപ്പോർട്ട് നൽകുന്നതിനായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വൈകുന്നേരം മറ്റ് ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഇനി ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ അശ്രദ്ധമായി ജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി BNS 125-ഉം 125A ഇട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ശിക്ഷാ കാലയളവ് എന്ന് പറയുന്നത് കുറ്റം കണ്ടെത്തിയാൽ 3 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യത ഉണ്ടാവും. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നിയമ നടപടികളിലേക്ക് ഡോക്ടറെ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ നിയമവശങ്ങളിലേക്ക് വിട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറി യൂത്ത് കോൺഗ്രസ്. ഗേറ്റ് മറികടന്ന പ്രവർത്തകർ വാതിലിൽ റീത്ത് വെച്ചു. ഈ സമയം സുരക്ഷയ്ക്കുണ്ടായിരുന്നത് 3 പോലീസുകാർ മാത്രമാണ്. റീത്ത് പിന്നീട് പോലീസ് എടുത്തുമാറ്റി. സംഭവത്തിൽ 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മൂന്ന് പോലീസുകാർ മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ ആ സമയത്ത് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. ഈ പോലീസുകാരെ മറികടന്ന് ഇവരെത്തി വസതിക്ക് മുന്നിൽ റീത്ത് വെക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ റീത്ത് എടുത്തു മാറ്റി പോലീസുകാർ. അങ്ങനെ വലിയ സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ ആയിരുന്നു. ഡാൻ കുരുണ്ട്, ഡാന് ഈ പ്രതിഷേധം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയാം, നമുക്കറിയാം. വസതിക്ക് മുന്നിൽ വാതിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. എന്താണ് സംഭവിച്ചത്? രാവിലെ 7:30യോടെയാണ് 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ശസ്ത്രക്രിയ പിഴവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വഴുതക്കാടുള്ള വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചായി എത്തിയത്. തുടർന്ന് വളരെ അപ്രതീക്ഷിതമായി അവർ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ റീത്ത് വെച്ചു. പിന്നീട് ചീമുട്ട എറിയുന്ന സാഹചര്യമുണ്ടായി. അതായത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന പോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ലഭിച്ചില്ല എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിയുകയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് പ്രതിഷേധങ്ങളുടെ ഭാഗമായി സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 20 മിനിറ്റ് നേരത്തിന് ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് ഒരു പോലീസ് വീഴ്ച എന്ന് പ്രഥമ ദൃഷ്ടിയ പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് ചാടിക്കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DCP നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരുപക്ഷെ നടപടിയെടുത്തേക്കുമെന്നുള്ള സൂചനകൾ കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വീണ ജോർജ് പങ്കെടുക്കുന്ന പരിപാടികളിലും അവരുടെ വസതിയിലും ഒക്കെ കൂടുതൽ പോലീസിന്റെ വരും ദിവസങ്ങളിൽ വിന്യസിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും യൂത്ത് കോൺഗ്രസ് വളരെ അപ്രതീക്ഷിതമായാണ് സാധാരണയായി പ്രതിഷേധങ്ങൾ നടത്തുന്ന സമയത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി രാവിലെ തന്നെ പ്രതിഷേധവുമായി മന്ത്രിയുടെ വഴുതക്കാട്ടുള്ള വസതിയിലേക്ക് ചാടിക്കയറിയത്. അവിടെ എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തി റീത്ത് വെച്ചു. ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അതിനുശേഷം പോലീസ് ഇടപെട്ട് ഈ റീത്ത് എടുത്തു മാറ്റുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. 6ഓളം പ്രവർത്തകർ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. പിന്നീടാണ് കൂടുതലായി പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും മറ്റും ചെയ്യുക. നമുക്ക് എന്തായാലും 9 മണി വാർത്ത പൂർത്തിയാകാനുള്ള സമയമാണ്. മറ്റൊന്ന് നഴ്സുമാരുടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാരുടെ പണിമുടക്ക് കൂടി നടക്കുന്ന ദിവസമാണെന്ന് 40,000 രൂപയാക്കി വേതനം ഉയർത്തണമെന്നാണ് അവരുടെ ആവശ്യം. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനാണ് ഈ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അങ്ങനെ സമരങ്ങളുടെ ഒരു ദിനമായി ഇന്ന് സംസ്ഥാനം മാറുന്ന പശ്ചാത്തലമുണ്ട്. വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.